ഒരു പ്ലാൻ ലവർ ആണോ? നിങ്ങളുടേതായ സ്ഥലത്ത് ചെറിയതാണെങ്കിലും ഒരു ഗ്രീൻ സ്പേസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ? എങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്പോട്ടാണ് ഇത്. എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ക്രേസ് വന്നു തുടങ്ങിയത് മനസ്സിലായ മുതലേ ഹസ്ബൻഡ് സേവ് ചെയ്ത് വെച്ച സ്പോട്ടാണിത്. പ്ലാൻ കെയറിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തവർക്ക് വാങ്ങിച്ചു തുടങ്ങാനും ഇനി അതെല്ലാം പോക്കറ്റ് കീറാതെ അഫോർഡബിൾ ആയിട്ട് പ്ലാൻ ഷോപ്പിംഗ് നടത്താനും പറ്റിയ ഒരിടം. ഈ അഫോർഡബിൾ എന്ന് പറയുന്നത് എത്രയാ? ഒരു ദിനത്തിനോ 2 ദിനത്തിനൊക്കെ കിട്ടോ? എന്നാ കിട്ടും. 50 ഫിൽസിന് വേണമെങ്കിൽ. കാരണം സീസണൽ ഫ്ലവേഴ്സ് ആയിട്ടുള്ള പെറ്റൂണിയ, മാരിഗോൾഡ് ഇതൊക്കെ വല്ല 50 ഫിൽസിനൊക്കെയാണ്. അല്ലാതെ ലീഫി പ്ലാന്റ്സ്, ബോഗൻവില്ല, ചെമ്പരത്തി ഒക്കെ ഇതേപോലെ 3 ദിനത്തിനും 5 ദിനത്തിനും ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഔട്ട്ഡോർ പ്ലാന്റ്സിന്റെ ഒരുപാട് വെറൈറ്റീസ് സീസണൊക്കെ അനുസരിച്ച് അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ചിട്ട് ചെറിയ പ്രൈസിന് ഇവിടെ കാണാൻ പറ്റും. ഇനി അതല്ല വലിയ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ സൗകര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഔട്ട്ഡോർ പ്ലാന്റ്സ് മാത്രമല്ല, ഇൻഡോർ പ്ലാന്റ്സും ഒരുപാട് റേഞ്ചിൽ അവൈലബിൾ ആണ്. ആഫ്രിക്കൻ വയലറ്റ്സിന്റെ ഒരുപാട് കളർ വെറൈറ്റീസ് 5 ദിനത്തിനും, പിന്നെ മണി പ്ലാന്റ്, ലിപ്സ്റ്റിക് പ്ലാന്റ്, ഫിലോഡെൻഡ്രോൺ, ഈവൻ ലാസ്റ്റ് ടൈമിൽ നമ്മൾ പോയപ്പോൾ കലാത്തിയന്റെ ഒക്കെ പ്രയർ പ്ലാന്റ് എന്ന് പറയുന്നതിന്റെ ചെറിയ വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അത് 10 ദിനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് ഇൻഡോർ വെറൈറ്റീസ് നമുക്ക് എപ്പോഴും അവിടെ അവൈലബിൾ ആയിരിക്കും. കുറച്ചുകൂടെ ലോങ് ലൈഫ് ആയിട്ടുള്ള ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ലീഫി പ്ലാന്റ്സ് അത് 30 ദിനം 40 ദിനത്തിനൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. പുറത്ത് സൂപ്പർ മാർക്കറ്റിലൊക്കെ പ്രൈസ് നോക്കുമ്പോൾ ഇത് ഭയങ്കര അഫോർഡബിൾ ആണെന്ന് പറഞ്ഞിട്ടാണ് ഓരോ തവണ പോകുമ്പോഴും ഹസ്ബൻഡിനെ സോപ്പിട്ടിട്ട് ഞാൻ ഓരോ പ്ലാന്റ്സ് ആയിട്ട് വാങ്ങുന്നത്. പിന്നെ നമ്മൾക്കായിട്ട് ഒരു ഗ്രീൻ സ്പേസ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ, അതും പോക്കറ്റ് കീറാതെ അഫോർഡബിൾ ആയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവുമ്പോൾ എന്തിനു വിട്ടുകളയണം? എല്ലാത്തിനും മേലെ നമ്മളുടെ മൈൻഡ് ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റിയത് എന്തോ, അതിപ്പോ പ്ലാന്റ്സ് ആയാലും ഹോം ഡെക്കോർ ആയാലും എന്തായാലും അതൊക്കെയല്ലേ നമ്മുടെ ചുറ്റിലുണ്ടാവേണ്ടത്. അപ്പോൾ ഈ സ്പോട്ട് അറിയാത്തവർക്കായിട്ട് വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ. ഈ ലൊക്കേഷൻ വരുന്നത് വാർസലിലെ ദുബായ് മുനിസിപ്പാലിറ്റി നഴ്സറിയാണ്.